ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലൈക്ക നിർമ്മിച്ച് അജിത് നായകനെത്തിയ മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ച ആ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 5ാം ദിവസമായി ഇന്ന് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 10 കോടി കളക്ഷനെങ്കിലും ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 120 കോടി പിന്നിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് കാര്യമായ കളക്ഷൻ ഇടിവും സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം 25 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 10 ലക്ഷത്തിൽ താഴെയാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 20 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് അങ്ങനെ ഇന്നത്തോടെ 2,90 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. കേരളത്തിൽ പരാജയം ഉറപ്പാക്കിയ സിനിമ ഇനി വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിൽ വിജയിക്കുമോ എന്നതാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ. ഇന്നത്തെ ഉൾപ്പെടെയുള്ള അടുത്ത ദിവസങ്ങളിലെ കളക്ഷൻ അറിയാനായിട്ട്. തണ്ടൽ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമയാണല്ലോ. നാഗചൈതന്യ, സായി പല്ലവി തുടങ്ങിയവർ അഭിനയിച്ച നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ബോക്സ് ഓഫീസിലും മിന്നിച്ചിരിക്കുകയാണ്. കസ്റ്റഡി എന്ന സിനിമയുടെ പരാജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ നാഗചൈതന്യ സിനിമ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് 50 കോടി പിന്നിട്ട് 52 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത 100 കോടി സാധ്യതയുള്ള സിനിമ കൂടിയായ ചിത്രം മിന്നും വിജയത്തിലേക്ക് കുതിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷൻ അറിയാനായിട്ട്. മോളിവുഡിൽ നിന്നും ഈ വർഷം വരാനിരിക്കുന്ന വലിയ സിനിമ L2 എമ്പുരാൻ. ആ സിനിമയുടെ ബോക്സ് ഓഫീസ് വരവും ഇപ്പോഴത്തെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് 1.5 മാസം മുന്നേ തന്നെ അറിയിച്ചിരിക്കുകയാണ്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ അടുത്ത മാസം അവസാനത്തോടെ മാർച്ച് 27-ാം തീയതിയാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ഫാൻ ഷോ ബുക്കിങ്ങിലൂടെയുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം 50 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള പ്രീ സെയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. 150 ഫാൻ ഷോകളിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സിനിമ 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 1 കോടിയും അതിനുശേഷം വമ്പൻ കോടി കളക്ഷനിലേക്കും സിനിമ കടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ കാത്തിരിക്കൂ മലയാളത്തിന്റെ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്ക്.